ഇത്രയും പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ഉണ്ടാക്കുമ്പോൾ പിടിച്ചിട്ട് ഇപ്പം നമുക്ക് ഇത് കഴിക്കാം. ഇപ്പോൾ നമ്മൾ ഹാഫ് kg തൈര് 3 ടേബിൾ സ്പൂൺ വെച്ച് നമ്മളിതിനകത്ത് ഹാഫ് kg 2 ടേബിൾ സ്പൂണാണ്. ഞങ്ങൾ 1.5 kg ഉള്ളത് കൊണ്ട് 6 ടേബിൾ സ്പൂൺ ഇടുന്നു. നമ്മൾ 6 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കഴിഞ്ഞു. ഈ വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, തൈര് ഇത് നാലൂടെ മിക്സ് ചെയ്ത് ഇതിനകത്ത് ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർത്തിട്ട് ചിക്കൻ ഇതിൽ പുരട്ടി ഒരു 4 മണിക്കൂർ വയ്ക്കുക. അത് കഴിഞ്ഞ് പിന്നെ KFCയുടെ യഥാർത്ഥ രൂപത്തിലേക്ക് ഇത് കിടക്കാൻ പറ്റും. അത് പിടിക്കാൻ ആവശ്യമുണ്ട്. 4 മണിക്കൂറത്തേക്ക് ചിക്കനിൽ ഈ മസാല പിടിക്കാനായിട്ട് നമ്മൾ അടച്ചു വയ്ക്കും. അത് കഴിഞ്ഞ് 4 മണിക്കൂർ കഴിഞ്ഞെടുത്തിട്ട് KFC ചെയ്യാനുള്ള കൂട്ടുകൾ വീണ്ടും ചേർക്കണം. അപ്പം 4 മണിക്കൂർ ശേഷം നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരു ഇടവേള. ബ്രേക്കിംഗ് ന്യൂസ്. ഇപ്പോൾ ഈ ചിക്കനെ എടുത്ത് നമ്മൾ ഈ മസാലയ്ക്കുള്ളിൽ പുരട്ടി 4 മണിക്കൂറത്തേക്ക് വെക്കുക. ഓക്കെ, ആ സ്പൂണിൽ ഇരിക്കുന്ന മസാല എടുക്കാനായിട്ടാണ് ആ സ്പൂണിലിട്ട് തൂക്കുന്നത് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കുന്നു. മസാല ചുമ്മാ കഴുകി കളയാൻ പറ്റത്തില്ലല്ലോ, പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലേ. എന്തൊരു ടഫ് ഇംഗ്ലീഷ്, ചിക്കൻ ഇതിനകത്ത് പിടിക്കത്തില്ല. അന്ന് ചിക്കൻ മസാല എല്ലാ ചിക്കനിലും പിടിക്കാനായിട്ട് നമ്മളതിന് ഇതിപ്പോഴേ വെന്തോ? ചൂടുവെള്ളത്തിലൂടെ കാണിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ടം അർത്ഥം ഞാൻ കൈ കൊണ്ട് പ്രയോഗം നടത്താൻ പോവാണ്. സാങ്കേതിക കാരണങ്ങളാൽ ഇനിയുമാണ് ഇവിടെ ഒറിജിനൽ പെരട്ട് നടക്കാം. ഇതിനെ നമ്മൾ കയ്യിലിട്ട് ഈ മസാല ചിക്കനിൽ നമ്മൾ വരഞ്ഞ ഭാഗത്തൊക്കെ പിടിക്കാനായിട്ട് കൈ യൂസ് ചെയ്യുക. കൈയാണ് ഏറ്റവും അവിഭാജ്യമായ ഘടകം. വീട്ടിത്തരൊന്നും കൊടുക്കില്ലല്ലോ. രവി.com കൊടുക്കാനാണ്. കിച്ചൺ രവി.comനകത്തോടെ കിട്ടാൻ മതി. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. കുന്തം മേടിച്ചോ ഇതിൻ്റെ ഇടയ്ക്ക് പോയി മധു. ഈ കാലില്ലാത്ത ചിക്കൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം ഞുണ്ടി ചിക്കനായിരുന്നു. ഗൾഫിൽ മാത്രമുള്ള ചട്ടിയാണ് മീൻ കറി വെക്കുന്നത്. രജിസ്ട്രേഷൻ കഴിഞ്ഞ ഇനി ഇത് ഉണ്ടാക്കുമ്പോഴേ ഉള്ളൂ.
ഇതാണ് ചിക്കൻ നമ്മൾ മസാല വരട്ടി ഇതിനെ ഒരു 4 മണിക്കൂറത്തേക്ക് വെച്ച് കഴിയുമ്പോൾ ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കും. അത് കഴിഞ്ഞിട്ട് ഈ മസാല ഇതിങ്ങനെ വെച്ച് സ്റ്റൗവിൽ വെച്ച് ഇത് തിളപ്പിച്ച് വേവിക്കും. ബാക്കിയൊക്കെ 4 മണിക്കൂറിന് ശേഷം പറയുന്നത്.